ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകൾ വരെ നമ്മൾ പഠിച്ചത് കൂട്ടക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു അല്ലേ. അതിനിടയ്ക്ക് നമ്മൾ 1 മുതൽ 10 വരെ അത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കൂട്ടക്ഷരങ്ങൾ പഠിക്കാം. വേറെ കൂട്ടക്ഷരങ്ങളുണ്ട്, അതൊക്കെ ടീച്ചർ പഠിപ്പിക്കാം. അതിനിടയിൽ നമുക്ക് 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചില്ലേ. ഇനി 11 മുതൽ 20 വരെ എങ്ങനെ എഴുതാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, എല്ലാ നമ്പറും നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ, നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന നമ്പറുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പരിചയം ഉണ്ടാവും, മലയാളത്തിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് പഠിക്കാം. വായ 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ ഏതായിരിക്കും? 11 മുതൽ 20 വരെ നമുക്ക് എഴുതാൻ പഠിക്കാം. ഓക്കെ, വായ. യെസ്, അപ്പോൾ നോക്കുക, ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? 11 അല്ലേ, 11 എന്നാ പറയാം. മലയാളത്തിൽ നമ്മൾ പറയുന്നത് 11. എന്താണ്? 11. നോക്കിയേ, എഴുതുന്നു നോക്കുക. പ തി നോ ന്ന്. കണ്ടാ? പ തി നോ ന്ന്, 11. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? 11 കഴിഞ്ഞാൽ 12 അല്ലേ. 12ന് മലയാളത്തിൽ പറയുന്നത് 12. എന്താണ്? 12. നോക്കാം, 12 എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം കേട്ടോ. പറയുന്നത് ശ്രദ്ധിക്കാം, എന്നിട്ട് നമ്മളൊന്ന് എഴുതാൻ നോക്കാം. 12 കേട്ട് നോക്കുക, എന്നിട്ട് എഴുതാം. പ 12 എന്ന് പറയുമ്പോൾ പ. ന്ദ്ര ന്ദ്ര, ഇതാണ് ഇന്ത ഇന്ത. ഇനി നമ്മൾ ഇന്ദ്ര ഇന്ദ്ര എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ത്ര അല്ലേ, പ്ര അല്ലേ, ക്ര, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിഹ്നം എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ്, ആ ചിഹ്നമാണ് ഇവിടെ വരേണ്ടത്. നോക്കിയേ, കണ്ട? ഇന്ദ്ര. ഓക്കെ, 12 ഉണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞേ. 12, 12. ഓക്കെ, അടുത്തത് എന്താ? 13 അല്ലേ, 13. എന്താണ്? 13. പ തി മൂ ന്ന്. കണ്ടാ? 13. അടുത്തത് എന്താണ്? 11, 12, 13. നെക്സ്റ്റ് 14 അല്ലേ, 14. അതെങ്ങനെയാ മലയാളത്തിൽ എഴുതാം? 14. എന്താണ്? 14. അപ്പൊ നോക്കിയേ, പ തി നാ ല്. കണ്ട? 14. അപ്പൊ മറക്കരുത് കേട്ടാ. ഇംഗ്ലീഷിൽ നമ്മൾ 11, 12, 13, 14. മലയാളത്തിൽ വരുമ്പോൾ 11, 12, 13, 14. ഓക്കെ, നെക്സ്റ്റ് 15. 15 അത് മലയാളത്തിൽ എഴുതുമ്പോൾ പ തി ന ഞ്ച്. ഉണ്ടാ? എന്താണ്? 15. 10 എന്ന് അല്ലേ, നമ്മൾ 10 എന്നല്ലേ ഇതിനെ പറയണേ അല്ലേ. അപ്പോൾ 10, പതി പതി. കണ്ടാ? ബാക്കിയെല്ലാം അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് അല്ലേ. 2 സ്ഥാനങ്ങളല്ലേ ഇവിടെയുള്ളൂ അല്ലേ, ഒറ്റ 10. അപ്പൊ 10 എന്ന് നമ്മൾ പറയും. ഇത് ഒരെണ്ണം, ഒന്നിന്റെ സ്ഥാനം. രണ്ടാമത് ഒരെണ്ണം കൂടെ വരുമ്പോൾ എന്താ? ഇത് നമ്മൾ 10 എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ 10 എന്ന് പറഞ്ഞു. ബാക്കി വരുന്നതൊക്കെ നോക്കി, പതി. ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട്, 12. ബാക്കി എല്ലായിടത്തും എളുപ്പമാണ്, പതി പതി പതി. കണ്ടോ?
പിന്നെയുള്ള സംഖ്യകൾ ചേർത്ത് പറഞ്ഞാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ളത് 1, 2, 3, 4, 5. കോമൺ ആയിട്ട് എന്ത് വരും? 11, 12. അവിടെ മാത്രമാണ് ചെറിയ വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലായിടത്തും 13, 14, 15, 16, കണ്ട 1, 2, 3, 4, 5, 6 ആ ക്രമത്തിൽ പോയാൽ മതി. പക്ഷെ എന്താണ് എല്ലായിടത്തും 10 കണ്ട. അപ്പൊ എളുപ്പമാണ്. ഓക്കെ, എളുപ്പത്തിനാണ് ടീച്ചർ പറഞ്ഞു തരുന്നത് കേട്ടാ. അടുത്തെന്താ? 16. അപ്പൊ എന്താ നോക്കിയേ, കണ്ടോ ഇവിടെയും എളുപ്പമാണ്. 16 കണ്ടോ, 16. ഇത് 17. അപ്പൊ എന്ത് വരും? 17 കണ്ട, 17. നെക്സ്റ്റ് 18. അപ്പൊ എന്താ? 18 ഉണ്ടാ, 18. അടുത്തത് 19. അപ്പൊ എന്താ? ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, എന്നാലും ഏകദേശം അതുപോലെയാണ്. നോക്കിയേ, ഇതെന്താ? ത ഓ. അപ്പൊ എന്ത് വരും? തോ. തോ ഇൻ എന്താണത്? 19. തോ ഇൻ 19. എന്താണ്? 19. ലാസ്റ്റ് ഇതെന്താണ്? 20. എന്താണത്? 20. ഇത് പറയുമ്പോ മലയാളത്തില് വായിച്ചു നോക്കിയേ. ടീച്ചർ എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ്? 20. കിട്ടിയാ? അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയില്ല. അതാണ് ടീച്ചർ എഴുതിയത് കേട്ടാ. അപ്പൊ നോക്കിയേ, ഇതിലൊരല്പം വ്യത്യാസം വരുന്നത് 12, 19, 20 അല്ലേ? അല്ലേ? 12 ചെറുതായിട്ട് പറയാൻ ഒരല്പം വ്യത്യാസം തോന്നുന്നത് 12. പിന്നെ താഴേക്ക് വരുമ്പോ 19 അല്ലേ? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലാസ്റ്റ് 20 ലാസ്റ്റ് വ്യത്യാസം വരുന്നു. ബാക്കി എല്ലാം നോക്കിയേ, 11, 13, 10 കണ്ട, 10, 17, 18 കണ്ട. അപ്പൊ എളുപ്പമാണ് മലയാളത്തിൽ പറയാനായിട്ട്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ എഴുതാനും എളുപ്പമായിട്ട് മാറും. ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. ഇത് 11, 11, 12, 12, 13, 13, 14, 14, 15, 15, 16, 16, 17, 17, 18, 18, 19, 19, 20, 20. മനസ്സിലായോ? കിട്ടിയോ? നമുക്ക് ബാക്കി വരുന്നത് കുറച്ച് നമ്മൾ എല്ലാ നമ്പറും പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് പരിശീലിക്കുക, എഴുതാനും കൂടെ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ നമ്പറുകളും എഴുതാൻ കിട്ടും. ഒപ്പം തന്നെ എന്താണ്, എങ്ങനെയാണ് മലയാളത്തിൽ ഓരോ അക്ഷരങ്ങൾ എഴുതുന്നതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.